നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. സർ, ഡൽഹി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഫെബ്രുവരി 5-ന് നടക്കുന്നു. അതിന്റെ റിസൾട്ട് 8-ാം തീയതി പുറത്തു വരുന്നു. അപ്പോ ഗംഭീരമായിട്ടുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഭാരതത്തിന്റെ ആ ഒരു തലസ്ഥാനം ഡൽഹി എന്നുള്ളത്, അവിടെ ആം ആദ്മി എന്ന് പറയുന്ന ആ ഒരു പാർട്ടി ഭരിക്കുന്നു. ആ പാർട്ടി എന്തിന്റെ അടിസ്ഥാനത്തിലാണോ ഭരണം പിടിച്ചത്, ആ അടിസ്ഥാനത്തിന്റെ പേരിൽ തന്നെ അഴിമതി നടത്തിക്കൊണ്ട് അവിടുത്തെ മുഖ്യമന്ത്രി ജയിലിൽ പോയിട്ട് പുറത്തിറങ്ങുന്ന അവസ്ഥയും വോട്ടെടുപ്പിന്റെ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നു. എങ്ങനെയാണ് സർ ഡൽഹിയിലെ ഇലക്ഷനെ സാർ വിലയിരുത്തുന്നത്? ഇത്തവണത്തെ ഡൽഹി ഇലക്ഷൻ അട്ടിമറിയായിരിക്കും എന്നാണ് പൊതുവെ ഞാൻ വിലയിരുത്തുന്നത്. ഇത് ഞാൻ മാത്രമല്ല, സർവേ റിപ്പോർട്ടുകളും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. കൂടാതെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യം, ആം ആദ്മി പാർട്ടിയുടെ ഇന്നത്തെ നിലപാട്, അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ജയിൽവാസം, അവർ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേസുകൾ, ആ കേസുകളുടെ നടത്തിപ്പിന് വേണ്ടി കിട്ടിയിരിക്കുന്ന അനുമതികൾ, ഇതെല്ലാം നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ യുഗം അവസാനിച്ചു കഴിഞ്ഞു എന്ന് നിസ്സംശയം പറയാം. ഇതിന് വളരെ ഗോത്ഫലകമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ഇത്തവണ വളരെ സ്പഷ്ടമായിട്ട് അവിടെ കാണാൻ കഴിയും. അപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇതിന്റെ ഒരു പശ്ചാത്തലം ഞാനൊന്ന് അവതരിപ്പിക്കാം. 70 സീറ്റാണ് ഡൽഹി നിയമസഭ എന്ന് പറയുന്നത്. 70 സീറ്റാണ്. ഈ 70 സീറ്റിൽ ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യം 70 സീറ്റിൽ മത്സരിക്കുമ്പോൾ BJP 68 സീറ്റിലും, സഖ്യകക്ഷിയായ ജനതാദൾ യു 1 സീറ്റിലും, LJP രാംവിലാസ് പാസ്വാൻ വിഭാഗം 1 സീറ്റിലും, അങ്ങനെ 70 സീറ്റിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഒറ്റക്കെട്ടായി മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മറുവശത്ത് ഇന്ത്യ മുന്നണി 3 കഷണമായിട്ട് മത്സരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് ഇന്ത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കി, CPM-നെയും പുറത്താക്കി. എന്നാൽ പുറത്താക്കപ്പെട്ട CPM-ഉം കോൺഗ്രസും ഒന്നിച്ച് മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, അവരും രണ്ടായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വരും, ആപ്പിന്റെ സ്ഥാനാർത്ഥികൾ വരും, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ വരും എന്നുള്ള രീതിയിൽ ഒരു ശക്തമായ ത്രികോണ മത്സരം. ശക്തമൊന്നും പറയാനില്ല, കോൺഗ്രസിന്റെ ശക്തിയൊക്കെ വളരെ മോശം. പക്ഷെ ഇത്തവണ കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകൾ നിസ്സാരമാണെങ്കിൽ പോലും ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രതീതിയിൽ അവർ കൊണ്ടുപോകുന്ന വോട്ടുകൾ BJPക്ക് വളരെയേറെ ഗുണകരമായിട്ട് ഭവിക്കും. ഞാനിത് പറയാൻ കാരണം, അവിടുത്തെ പൊതുവായിട്ടുള്ള ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കുകയും അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ 1,55,24,858 പുരുഷ വോട്ടർമാരും അതുപോലെ സ്ത്രീകളും, ആകെയുള്ള വോട്ടർമാര് 1,55,24,858 വോട്ടർമാരാണ്. അതിൽ 81 ലക്ഷം വോട്ടർമാര് പുരുഷന്മാരും 71 ലക്ഷം വോട്ടർമാര് സ്ത്രീകളും. ഇതില് 2.08 ലക്ഷം വോട്ടർമാര് പുതിയ വോട്ടർമാരാണ്. എന്ന് പറഞ്ഞാൽ കന്നി വോട്ട് എന്ന് പറയുന്നത് 2 ലക്ഷത്തിലധികം കന്നി വോട്ടും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു വോട്ടിങ്ങിന്റെ ഒരു നില. എന്നാൽ ഇത്തവണ ആം ആദ്മി പാർട്ടിയോടൊപ്പം SP-യും മമതയുടെ തൃണമൂൽ കോൺഗ്രസുമാണ് ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, SP എന്ന് പറയുന്നതും തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നതുമൊക്കെ അവരവരുടെ സംസ്ഥാനങ്ങളിൽ വലിയ ശക്തിയാണ്. പക്ഷെ ഡൽഹിയിൽ അവിടുന്ന് വന്നിരിക്കുന്ന കുറെ തൊഴിലാളികൾ, അതാണ് ഈ വോട്ട് ബാങ്ക് എന്നവർക്ക് അവകാശപ്പെടാവുന്നത്. എങ്കിൽ പോലും ഗണ്യമായ വോട്ടൊന്നും ആ 2 കക്ഷികൾക്കും ഡൽഹിയിലെ സാഹചര്യത്തിൽ അവകാശപ്പെടാനുള്ളതില്ല. പക്ഷെ സഖ്യകക്ഷികളാണ് എന്ന് പറയാം എന്ന് മാത്രം. അതിലൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് ഇതുവരെ സീറ്റൊന്നും വിട്ടുകൊടുത്തിട്ടില്ല ആം ആദ്മി പാർട്ടി. അപ്പോ എത്ര വോട്ടുണ്ടെന്നുള്ളത് ആം ആദ്മിക്ക് അറിയാം. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ ചിത്രം. ഈ രാഷ്ട്രീയ ചിത്രത്തിൽ ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം, നരേന്ദ്രമോദി തന്നെ 2 പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞു. 12,200 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഡൽഹിക്ക് വേണ്ടി തന്നെ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഡൽഹി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് 2 തരത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ആം ആദ്മി പാർട്ടിയോടൊപ്പവും ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ BJPയോടൊപ്പവും. മറ്റാർക്കും, അതായത് കോൺഗ്രസിനോട് യാതൊരു സാധ്യതയുമില്ല, യാതൊരു പഴുതുമില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയാണ് കനത്ത മത്സരം
ആം ആദ്മി പാർട്ടിയും BJP-യും തമ്മിൽ കാഴ്ചവെക്കുന്നത്. അവിടുത്തെ ഇന്നത്തെ അന്തരീക്ഷം നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജയിലിൽ പോയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും, അതായത് കേജ്രിവാൾ, മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ, ഇവരൊക്കെ ഇപ്പോൾ ജയിലിലാണ് അല്ലെങ്കിൽ കേസിലാണ്. അതീഷിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേജ്രിവാളിന് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു കരിഷ്മ, ഒരു പ്രഭാവം അതീഷിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ തന്നെ ഇപ്പോ ഈ പേര് നമ്മുടെ ഓർമ്മയിലില്ല. അതിന്റെ കാരണം അണ്ണാ ഹസാരെയുടെ അഴിമതി വിരുദ്ധ മൂവ്മെന്റിനോടൊപ്പം നിൽക്കുകയും അണ്ണാ ഹസാരെയുടെ യുവ തുർക്കിയായി അവതരിക്കുകയും ചെയ്ത അരവിന്ദ് കെജ്രിവാൾ അത് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും അധികാരത്തിൽ വരികയുമാണ് ചെയ്തത്. അണ്ണാ ഹസാരെ ഈ രാഷ്ട്രീയ പാർട്ടിയെ താല്പര്യപ്പെട്ട വ്യക്തിയല്ല. ഏതായാലും അതിനെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുകയും മുഖ്യമന്ത്രി പദത്തില് ഡൽഹിയിൽ എത്തുകയും ചെയ്തു എന്നുള്ളത് കേജ്രിവാളിന്റെ തന്ത്രമാണ്. ആ കേജ്രിവാൾ അവിടെ ചെയ്തത് വാരിക്കോരി ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു. സൗജന്യ നിരക്കില് വൈദ്യുതി കൊടുക്കുന്നു, യാത്രാ സൗകര്യം സൗജന്യ നിരക്കിലാക്കുന്നു. ഇങ്ങനെ നിരവധി സൗജന്യങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ കേന്ദ്ര ഭരണ പ്രദേശം എന്നുള്ള നിലയിൽ മറ്റു വലിയ ചെലവൊന്നുമില്ല, എല്ലാം കേന്ദ്രം വഹിച്ചോളും. എംബ്രാന്റെ വിളക്കത്ത് വാര്യരുടെ അത്താഴം എന്ന് പറയുന്ന പോലെ എല്ലാം കേന്ദ്രം വഹിച്ചോളും. ആ കൂടെ കിട്ടുന്ന നികുതി വെച്ചിട്ട് ഇഷ്ടം പോലെ സൗജന്യം വാരിക്കോരി കൊടുക്കുകയാണ് കേജ്രിവാൾ ചെയ്തത്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന ഒരു നിലപാടാണിത്. ഇതിന്റെ പിന്നിൽ ജോർജ് സോറോസിനെ പോലെയുള്ള അന്താരാഷ്ട്ര ബുദ്ധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും, അതുപോലെ ഇന്ത്യ വിരുദ്ധ ശക്തികളാണ് കേജ്രിവാളിന് പിന്തുണ കൊടുക്കുന്നത് എന്നുള്ളതും ഇപ്പൊ പകൽ പോലെ വ്യക്തമാക്കിയിരിക്കുക. അപ്പോൾ എന്തിനാണ് ഈ ഡൽഹി നിവാസികളെ സോപ്പിട്ട് കയ്യിലെടുത്തത് എന്നൊക്കെ മനസ്സിലാവും. പക്ഷെ ഇത്തവണ BJP കേജ്രിവാളിനെ കടത്തിവെട്ടിയിരിക്കുന്നു. അതായത് BJP ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ പ്രഖ്യാപനത്തെക്കാൾ വലുതാണ്. ഉദാഹരണത്തിന് എല്ലാ സ്ത്രീകൾക്കും 18 വയസ്സ് പൂർത്തിയായ എല്ലാ സ്ത്രീകൾക്കും മാസം തോറും 2100 രൂപ കൊടുക്കുമെന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞപ്പോൾ 400 രൂപ കൂടെ കൂട്ടിവെച്ച് BJP പറഞ്ഞു 2500 കൊടുക്കും. അതുപോലെ 60 വയസ്സിന് മുകളില് സൗജന്യ ചികിത്സ കൊടുക്കും എന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞപ്പോൾ അത് പറയാൻ വളരെ എളുപ്പമാണ്. കാരണം കേന്ദ്രത്തിന്റെ ആയുഷ്മാൻ ഭാരത് ഉണ്ടല്ലോ, 5 ലക്ഷം. അപ്പോ പാവപ്പെട്ട ജനങ്ങൾ ഇതൊന്നും ചോദിക്കുകയല്ല. ആം ആദ്മി ഇപ്പം ഈ പോസ്റ്റ്മാൻ പൈസ കൊണ്ടു തരുമ്പോൾ പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നെന്ന് പറഞ്ഞ പോലെയുള്ള ജനതകളാണ്. പക്ഷെ ഇത്തവണ BJP പറഞ്ഞു ഞങ്ങൾ 10 ലക്ഷം കൊടുക്കും. ആം ആദ്മി 5 ലക്ഷം കൊടുക്കുമ്പോൾ ഞങ്ങൾ 10 ലക്ഷം കൊടുക്കും. എങ്ങനെയെന്നാൽ കേന്ദ്ര പദ്ധതി പ്രകാരം ആയുഷ്മാൻ പദ്ധതിയിലെ 5 ലക്ഷം കിട്ടുന്നതോടൊപ്പം സംസ്ഥാന ഗവൺമെന്റിന്റെ 5 ലക്ഷം കൂടെ കൊടുത്തത് 10 ലക്ഷമാക്കും, നേരെ ഇരട്ടിയാക്കും. അപ്പോൾ അവിടെയും ആം ആദ്മിയെ കടത്തിവെട്ടി. മാത്രമല്ല ഗർഭിണികളായിട്ടുള്ളവർക്ക് പ്രസവത്തിന് വേണ്ടി 21,000 രൂപ കൊടുക്കും. അത് നല്ല ഒരു വാഗ്ദാനമാണ്. അപ്പോൾ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വാഗ്ദാനമാണ്. ഇങ്ങനെ മത്സരിച്ച് BJP ഇപ്പോൾ ആം ആദ്മിയുടെ മുന്നിൽ കയറിയിരിക്കുന്നു വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ. ഇനി പുറകോട്ട് നമ്മളത് നോക്കുകയാണെങ്കിൽ കേജ്രിവാളിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കുറഞ്ഞു വരികയാണ്. അതായത് ആദ്യ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകൾ കിട്ടി, പിന്നീട് അത് 31 അല്ല സീറ്റുകളല്ല ശതമാനം, ഭൂരിപക്ഷം. ആദ്യം ആം ആദ്മി പാർട്ടിക്ക് 25 സീറ്റിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. രണ്ടാമത് ആം ആദ്മി പാർട്ടിക്ക് 31 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അവസാനമായപ്പോൾ അത് 21 വോട്ടിന്റെ ഭൂരിപക്ഷമായി കുറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഈ വലിയ അഴിമതി വരുന്നതും മദ്യ നയ അഴിമതി കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അകത്ത് പോയി, ജയിലിലായി. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ കൂടെ ഉണ്ടായിരുന്ന ധാരാളം ആൾക്കാർ BJP-യിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. ഇതാണ് അതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമെങ്കിൽ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കുടിവെള്ളമില്ല. അതായത് ഡൽഹിയിലെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ കേജ്രിവാളിന് സാധിച്ചിട്ടില്ല. കുടിവെള്ളം എത്തിച്ചില്ലെങ്കിലും മദ്യം എല്ലാ വീട്ടിലും എത്തിക്കാനുള്ള എല്ലാ സംവിധാനവും അദ്ദേഹം ചെയ്തു വെച്ചു. അതിന്റെ പേരിൽ ഇപ്പൊ അകത്തായി. അതുപോലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി കോടിക്കണക്കിന് രൂപ മുടക്കി
അത്യാഡംബരപൂർണമാക്കി മാറ്റി. ഇതെല്ലാം ആം ആദ്മിയുടെ പേരിലാണ് എന്ന് ഓർക്കണം. ഏതായാലും ഇതോടുകൂടി അദ്ദേഹത്തിന്റെ ഇമേജ് തകർന്നിരിക്കുന്നു. ഇപ്പോൾ അഴിമതിക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്ത് അഴിമതിക്കാരായിട്ടുള്ള മന്ത്രിസഭയുണ്ടാക്കി അവരെ ജയിലിലേക്ക് വിടാൻ വേണ്ടിയാണോ, ജയിലിലേക്ക് ആണോ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന ചോദ്യമാണ് BJP ഉയർത്തിയിരിക്കുന്നത്. നിങ്ങൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ആം ആദ്മിക്ക് വോട്ട് ചെയ്താൽ അവർ ജയിലിൽ പോയിരുന്ന് ഭരിക്കേണ്ടി വരും. അപ്പോൾ ജയിൽ പുള്ളികൾക്കാണോ നിങ്ങളുടെ വോട്ട് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഉയർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശിക്കത്തക്കതായിട്ടുള്ള വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ആം ആദ്മിയോടൊപ്പം നിൽക്കുന്നതും അല്ലെങ്കിൽ മറ്റു ഘടകകക്ഷികളോടൊപ്പം നിൽക്കുന്നതും ആപത്കരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിയുടെ അടിത്തറ കെട്ടിപ്പടുക്കാൻ അവര് ഒറ്റയ്ക്ക് മത്സരിക്കുക. ഈ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് ലഭിക്കുന്നതായിട്ടുള്ള വോട്ടുകൾ വർദ്ധിച്ചു വരും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഏതാനും സീറ്റുകളിലെങ്കിലും ജയിക്കാൻ സാധിക്കുമോ എന്നാണ് അവർ പരിശ്രമിക്കുന്നത്. സഖ്യകക്ഷികളെ ഒന്നും കൂടെ കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അവരുടെ സ്ഥാനാർത്ഥികളുടെ മികവിലോ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥികളുടെ പോരായ്മയോ മുതലെടുത്തുകൊണ്ട് 2 or 3 സീറ്റിൽ ജയിക്കാൻ സാധിക്കുമോ എന്നുള്ള നോട്ടമാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭയിൽ കോൺഗ്രസിന് വട്ടപൂജ്യമായിരുന്നു, ഒറ്റ സീറ്റും ഇല്ലായിരുന്നു. അപ്പോൾ ആ വട്ടപൂജ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 2 or 3 സീറ്റുകളിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള നീക്കമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ഇപ്പോൾ സർവേ പറയുന്നത്, ചില സർവേകളൊക്കെ പറയുന്നത് ഇത്തവണ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പിടിക്കും എന്നുള്ളതാണ്. അപ്പോ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് BJPയുടെ ഇമേജ് വളർന്നിരിക്കുന്നു. BJPയുടെ തന്നെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളൊക്കെ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അതുപോലെ സ്ഥാനാർത്ഥി നിർണയം നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഓരോ മണ്ഡലത്തിന്റെയും അന്തരീക്ഷം പഠിച്ച് അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വ്യക്തികളെ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഡൽഹിയെ സ്വന്തം കൈക്കുള്ളിലാക്കാൻ വേണ്ടി BJP വളരെ ആസൂത്രിതമായ നീക്കമാണ് നടത്തുന്നത്. ഈ നീക്കത്തെ അട്ടിമറിക്കാനുള്ള കെൽപ്പൊന്നും ഇന്ന് ആം ആദ്മി പാർട്ടിക്കില്ല, കോൺഗ്രസിന് അത്ര പോലുമില്ല. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായിട്ടുള്ള ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി BJP ഇത്തവണ ഡൽഹിയിൽ അധികാരത്തിൽ വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. എല്ലാ സാഹചര്യങ്ങളും അനുയോജ്യമായി വന്നിട്ടുമുണ്ട് എന്നാണ് എന്റെ വിലയിരുത്തൽ. ഈ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ നമുക്കറിയാം BJPക്ക് എതിരായിട്ടാണെങ്കിൽ അതല്ലെങ്കിൽ BJPക്ക് എന്തെങ്കിലും നേട്ടം വരുന്ന കാര്യമാണെങ്കിൽ അത് മിണ്ടാതിരിക്കുക, BJPക്ക് എതിരായിട്ടാണെങ്കിൽ അത് മാക്സിമം പ്രചരിപ്പിക്കുക എന്നൊരു സിസ്റ്റം നമ്മുടെ പ്രത്യേകിച്ച് കേരള മലയാള മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളത് അറിയാം. ഈ ഡൽഹി ഇലക്ഷനെ കുറിച്ച് ഇവന്മാരൊന്നും അറിഞ്ഞിട്ടില്ലേ സാർ? ഒരു മാധ്യമത്തിൽ വാർത്തകളൊന്നും കാണാറില്ല. അതും അവരുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണോ, അതോ BJP അവിടെ വിജയിക്കുമെന്ന് കണ്ടതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്? എങ്ങനെയാണ് സാർ അതിനെ കാണുന്നത്? ഞാനും വളരെ അത്ഭുതത്തോടു കൂടിയാണ് അതിനെ നോക്കിക്കാണുന്നത്. കാരണം ഇനി 15 ദിവസം പോലുമില്ല ഡൽഹി ഇലക്ഷന്, എന്ന് പറഞ്ഞാൽ 2 ആഴ്ച പോലും ഇല്ല. പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടു, ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഇലക്ഷൻ നടന്നപ്പോൾ 1 മാസം മുമ്പേ കേരളത്തില് അടുപ്പ് കൂട്ടി ചർച്ച തുടങ്ങി, സർവേ തുടങ്ങി, പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വലിയ ആഘോഷമായി മാറി. പക്ഷേ ഡൽഹിയിൽ ഇലക്ഷൻ നടക്കുന്നതായിട്ട് പോലും ഇപ്പോൾ ആരും ഭാവിക്കുന്നില്ല. അതിന്റെ കാരണം അവർക്ക് മനസ്സിലായി, അതായത് മാധ്യമങ്ങൾക്ക് മനസ്സിലായി ഇത്തവണ BJP ആണ് ജയിക്കാൻ പോകുന്നത്. അപ്പോൾ മറ്റെന്തെല്ലാം വാരിക്കോരി എഴുതിയാലും എങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും അവസാനം നാണം കെടേണ്ടി വരും എന്നുള്ളത് കൊണ്ടാവാം മലയാള മാധ്യമങ്ങളുടെ മൗനം. ഈ മലയാള മാധ്യമങ്ങളുടെ മൗനം ഒന്ന് തന്നെ മതി അവിടെ ജയിക്കാൻ പോകുന്നത് BJP ആണ് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ്. BJPക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടായിരുന്നുവെങ്കിൽ, സാധ്യത കുറവായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആഘോഷം കേരളത്തിൽ നേരത്തെ ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ ഇതുവരെ യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ആഘോഷങ്ങളും കേരള മീഡിയ പുറത്തുവിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, അത് ഗവനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഡൽഹിയെ BJPക്ക് എഴുതി കൊടുത്തു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് ഡൽഹിയിലെ BJP മുന്നേറ്റത്തെ ഇവർ അംഗീകരിച്ചിരിക്കുന്നു. അത് പുറത്തു പറയാനുള്ള ഒരു ജാള്യത കൊണ്ടാണ് ഇപ്പോൾ അവർ മൗനം പാലിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്നാണ് സാർ, ഇപ്പൊ നമുക്കറിയാം ഈ ആം ആദ്മി ഇപ്പൊ ഈ ഡൽഹി പിടിച്ചതിന് ശേഷം മറ്റൊട്ടെ 1-2 സംസ്ഥാനങ്ങൾ കൂടി പിടിച്ച ഇലക്ഷനൊക്കെ നമ്മൾക്കറിയാം. അതിന്റെ എന്തെങ്കിലും ഒരു എഫക്ട് ഈ ഇലക്ഷനെ ബാധിക്കുമോ? തീർച്ചയായിട്ടും ബാധിക്കും. ഇപ്പോൾ പഞ്ചാബ്,
ആം ആദ്മി പാർട്ടി പിടിച്ചു. പഞ്ചാബികൾ ഇന്ന് വളരെ നിരാശരാണ്. കാരണം ഡൽഹിയിൽ കിട്ടിയ പോലെ ആനുകൂല്യങ്ങളെല്ലാം വാരിക്കോരി തരും എന്ന് പറഞ്ഞിട്ടായിരുന്നു ആം ആദ്മി പാർട്ടി പഞ്ചാബിലേക്ക് എത്തിയത്. പക്ഷെ പഞ്ചാബിലെ ജനതയ്ക്ക് അവർക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ പഞ്ചാബ് കേന്ദ്രഭരണ പ്രദേശമല്ല, പഞ്ചാബിന്റെ ചെലവ് വഹിക്കുന്നത് കേന്ദ്രമല്ല. അപ്പോൾ ഒറ്റയ്ക്കൊരു സംസ്ഥാനം ഭരിക്കേണ്ടി വന്നപ്പോൾ പറ്റേ പൊളിഞ്ഞുപോയി ആം ആദ്മി പാർട്ടി. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഹരിയാനയിൽ ഞങ്ങൾ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞപ്പോ ഹരിയാനക്കാർ പരമപുച്ഛത്തോടു കൂടി ചിരിച്ചത്. അവരവിടെ പച്ച തൊട്ടില്ല. കാരണം നിങ്ങൾക്ക് കിട്ടിയ പഞ്ചാബ് ഭരിക്കാൻ പറ്റാതെ വരുമ്പോ നിങ്ങൾ ഹരിയാനയിൽ എന്ത് ചെയ്യാനാണ് എന്ന ചോദ്യമാണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടായിട്ട് ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത്. അതുപോലെ ഗുജറാത്ത് പിടിച്ചടക്കും, ഗോവ പിടിച്ചടക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലം കൂട്ടി. അവിടെ ഒന്നും കെട്ടിവച്ച കാശി പോയിട്ട് സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ യുഗം അവസാനിച്ചിരിക്കുന്നു, അതെല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇനി ഒരു പുനർജന്മമില്ല. അതാണ് ഇന്ന് ഡൽഹിയിലെ പശ്ചാത്തലത്തിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നത്. മറ്റൊന്നാണ് സാർ, ഇപ്പൊ കേരളത്തിന്റെ അതിർത്തി കടന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയായി മാറുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ ആ ഒരു ഇരട്ടത്താപ്പ്, ആ ഒരു എഫക്ട് അതല്ലെങ്കിൽ ആ ഒരു ഇരട്ടത്താപ്പ് ഡൽഹിയിലെ കൂടി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സാർ? ഇപ്പൊ ഡൽഹിയിൽ എത്തുമ്പോൾ ഇന്ത്യ മുന്നണി 3 കഷണമായിട്ട് മത്സരിക്കുന്നു എന്ന് കാണാം. അതായത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു ഘടകകക്ഷി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, കോൺഗ്രസ് എന്ന് പറയുന്ന മറ്റൊരു ഘടകകക്ഷി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, CPM എന്ന് പറയുന്ന മറ്റൊരു ഘടകകക്ഷി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. എന്നാൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായിട്ടുള്ള മമതാ ബാനർജിയും അതുപോലെ സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവര് കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? കോൺഗ്രസിന് വലിയ സാധ്യതയേ ഇല്ല. വെറുതെ എന്തിനാണ് പിന്തുണ കൊടുത്ത് നാണം കെടുന്നത്? അതുകൊണ്ടാവാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, CPIM ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഒരു കക്ഷിയെ പോലും കൂടെ കൂട്ടാൻ CPIM-ന് സാധിച്ചിട്ടില്ല. അപ്പോൾ CPIM-ന് 2 സീറ്റിലും കൂടെ 100 വോട്ട് പോലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള സത്യം മറ്റു കക്ഷികൾക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കാം അവര് CPM-ന്റെ കൂടെ കൂടാനും തയ്യാറായിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ CPM-ന്റെ കൂടെ CPI പോലും ഇല്ല എന്നുള്ളതാണ് ഡൽഹിയിൽ കാണുന്ന ചിത്രം. 16 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, രജിസ്റ്റേർഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അതിൽ CPM-ഉം CPI-യുമാണ് അറിയപ്പെടുന്നത് എങ്കിൽ പോലും ചെറുകിട പാർട്ടികളൊക്കെ ഉണ്ട്. ഈ ചെറുകിട പാർട്ടികൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അവരിലൊക്കെപ്പെട്ട തൊഴിലാളികൾ ഡൽഹിയിൽ പണിയെടുക്കുന്നുണ്ട്. അതില് 16 പാർട്ടികൾ ഉള്ളതിൽ ഒരേ ഒരു പാർട്ടി മാത്രമാണ് മത്സരിക്കുന്നത്. മറ്റ് 15 പാർട്ടികളെയും കാണാനില്ല. അപ്പോൾ ഇടതുപക്ഷം കണ്ണലൊരു തരിമരി മതി എന്നൊക്കെ പറയുമെങ്കിൽ പോലും അതുപോലും ഡൽഹിയിൽ കാഴ്ചവെക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു എതിരാളികളില്ലാത്ത ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് ഡൽഹി മാറിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ സർവേയിലൊക്കെ പറയുന്നത് 35-ലധികം സീറ്റുകൾ BJPക്ക് കിട്ടും, ഒറ്റയ്ക്ക് ഭരിക്കും എന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. ഡൽഹിയുടെ ഒരു സ്വഭാവം വെച്ച് ക്ലീൻ സ്വീപ്പ് എന്ന് പറയുന്ന ഒരു സ്വഭാവം അവിടെ പാർലമെന്റിലുമുണ്ട്, അതുപോലെ തന്നെ നിയമസഭയിലുമുണ്ട്. പാർലമെന്റിൽ 7-7 ക്ലീൻ സ്വീപ്പാണ് BJPക്ക് കൊടുക്കുന്നതെങ്കിൽ 70-70 അല്ലെങ്കിൽ 70-67 ഒക്കെയാണ് ആം ആദ്മി പാർട്ടിക്ക് കൊടുക്കുന്നത്. ക്ലീൻ സ്വീപ്പാണ്. അതുകൊണ്ട് ഇത്തവണ അത്തരമൊരു ക്ലീൻ സ്വീപ്പിലേക്ക് വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണെങ്കിൽ 70-70 സീറ്റ് വരെ BJP നേടിക്കൂടായികയില്ല. കാരണം അത്രമാത്രം അപകടകരമായ രീതിയിൽ അവഹേളിതമായി നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി. അഴിമതിക്ക് എതിരെ വന്നു ഒരു മഹാപ്രസ്ഥാനം രാഷ്ട്രീയ പാർട്ടിയായി മാറി അഴിമതിരഹിതമായി തന്നെ ജനങ്ങളെ സേവിക്കാം എന്ന് വീമ്പിളക്കുകയും അമിതമായ ഭാരം അടിച്ചേൽപ്പിക്കില്ല, സൗജന്യങ്ങൾ തരും എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് ഭരിക്കുകയും ചെയ്ത ആം ആദ്മി പാർട്ടിയുടെ എല്ലാ മുഖം മൂടിയും അഴിഞ്ഞു വീണിരിക്കുന്നു. സാമ്പത്തികമായി ഡൽഹി സംസ്ഥാന ഗവൺമെന്റ് തകരുന്നു. കുടിവെള്ളം പോലും ജനങ്ങൾക്ക് കൊടുക്കാൻ വയ്യാതെ വരുന്നു. അവിടുത്തെ അഴിമതി വീരന്മാരായിട്ടുള്ള മുഖ്യമന്ത്രി അടക്കമുള്ളവർ ജയിലിൽ പോകുന്നു. പാർട്ടിയിലെ കൊള്ളാവുന്നവരൊക്കെ പാർട്ടി വിട്ടുപോകുന്നു. ഇതാണ് ഡൽഹി ഇന്ന് കാണുന്ന സാഹചര്യം. അതുകൊണ്ട് ഒരു BJPയുടെ ഒരു വലിയ കൊടുങ്കാറ്റ് തന്നെ ഡൽഹിയിൽ ആഞ്ഞടിക്കുകയും ഡൽഹി ഭരണ സ്ഥിരാ കേന്ദ്രം BJPയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വമ്പൻ തേരോട്ടത്തിന് കാഴ്ചയായി മാറും. അവിടെ ഈ പറഞ്ഞ ആം ആദ്മി പാർട്ടിയുടെ ചരിത്രം അവസാനിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
സർ, നമ്മൾക്കറിയാം വന്ധ്യ വയോധികനായിട്ടുള്ള അണ്ണാ ഹസാറയെ ചതിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അനുകമ്പ പിടിച്ചു പറ്റിക്കൊണ്ട് മാനസപുത്രൻ എന്ന രീതിയിൽ തന്നെ വളർന്നു വന്ന് പെട്ടെന്ന് രാഷ്ട്രീയ ചുവടുകൾ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായ ആൾ തന്നെയാണ് ഇയാൾ. ഇന്നിപ്പോൾ ഈ അണ്ണാ ഹസാറെ എങ്ങനെയാണ് സർ ഇയാളെ കാണുക? അതല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെല്ലാം അയാൾക്കെതിരാണ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഇന്ന് എങ്ങനെയായിരിക്കും അണ്ണാ ഹസാറെ ഇന്ന് നേർക്ക് നേരെ ഇവർ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും സർ സംഭവിക്കുക? അതായത് അഴിമതിക്കെതിരെ ഒരു വലിയ അപ്പോസ്തലനായിട്ട് വന്ന അണ്ണാ ഹസാരെ, അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിൽ അദ്ദേഹത്തിനെ പിൻപറ്റി 2ാം സ്ഥാനം പിടിച്ചെടുത്ത കേജ്രിവാൾ, അതായത് ഗാന്ധിജിയുടെ മുഴുവൻ വ്യക്തിപ്രഭാവത്തെയും വോട്ടാക്കി മാറ്റി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അധികാരത്തിൽ വന്ന നെഹ്റുവിനെ പോലെയാണ് അണ്ണാ ഹസാരെയുടെ വ്യക്തിപ്രഭാവവും ആദർശവും അദ്ദേഹത്തിന്റെ സത്യാഗ്രഹ സമരങ്ങളും വോട്ടാക്കി മാറ്റി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അധികാരത്തിൽ വന്ന കേജ്രിവാൾ. ആ കേജ്രിവാളും നെഹ്റുവും 3 തവണ വീതമാണ് അധികാരത്തിൽ ഇരുന്നതെങ്കിൽ ആ 3ാമത്തെ തവണ അവസാനിക്കുമ്പോഴേക്കും അവരുടെ അധികാരം നഷ്ടപ്പെട്ടു എന്ന് വേണം കരുതാൻ. അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കാൻ പോകുന്നത്. അതായത് അഴിമതി വിരുദ്ധത എന്ന് പറയുന്ന ആദർശത്തെ ഉയർത്തിപ്പിടിക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്തതിന് ജനങ്ങൾ കൊടുത്ത പിന്തുണ, ആ ഉയർത്തിപ്പിടിച്ച മഹത്വത്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ആ മഹത്വമാണ് ഇപ്പോൾ പൊയ്മുഖമായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. എത്രയോ വലിയ അഴിമതിയാണ് നടത്തിയത്. 600ഓളം പുതിയ ബാറുകൾ തുറക്കുന്നു. മദ്യനയ നയം മാറ്റിയതിൽ 600 കോടി രൂപ നേരിട്ട് കേജ്രിവാളിന്റെ പോക്കറ്റിൽ എത്തുന്നു. ഇതിന്റെയൊക്കെ വ്യക്തവും കൃത്യവുമായ കണക്കുകൾ ശേഖരിച്ചുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു. കോടതിയിലെത്തുമ്പോൾ കോടതി ആ അറസ്റ്റിനെ അനുകൂലിക്കുന്നു, അകത്തേക്ക് വിടുന്നു. തുടർന്നുള്ള എല്ലാ അന്വേഷണങ്ങളിലും ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും മറ്റു സംവിധാനങ്ങളാണെങ്കിലും അവരെല്ലാം ഇവിടെ വ്യക്തമായ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ശക്തമായ ഭാഷയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുന്നില്ല, ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നില്ല. അതുപോലെ ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ഡൽഹിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അനിശ്ചിതത്വത്തിന്റെയും അഴിമതിയുടെയും ആവർത്തിച്ചുള്ള കഥകൾ കേട്ടുമടുത്ത ഡൽഹി നിവാസികൾ ആം ആദ്മിയെ ഒഴിവാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നത്. എന്തെങ്കിലും വിട്ടുപോയതുണ്ടോ സാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? ചോദ്യത്തിന്റെ കുറവ് ഇതിലെ ഒരു കാര്യം കൂടി നമുക്ക് വിട്ടുപോയതുണ്ട്. ആരായിരുന്നു കേജ്രിവാൾ? ജോർജ് സോറോസും അതുപോലെ തന്നെ ആൻഡേഴ്സൺ ഇങ്ങനെ അടക്കമുള്ള ആഗോള സാമ്പത്തിക കുറ്റവാളികൾ ലോകത്തെ ഓരോ രാജ്യത്തും കടന്നു ചെന്ന് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെ കയ്യിലെടുത്ത് അവർക്ക് ആഗോളം ഫണ്ട് ചെയ്ത് അവരെ കൊണ്ട് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിപ്പിക്കുന്നതിൽ വിജയിച്ചിരുന്നു. ലോകത്തിന്റെ പല ഭാഗത്തും അവരിത് ചെയ്തിട്ടുണ്ട്. കാനഡയിലും അമേരിക്കയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും എല്ലാം നമ്മളിത് കണ്ടതാണ്. പക്ഷേ ഭാരതത്തിലും ഇവർ കളിച്ച കളി അവരുടെ ഒരു കളിപ്പാവ മാത്രമായിരുന്നു കേജ്രിവാൾ എന്ന് തെളിഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയാം. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട ദിവസം സ്വിച്ച് ഇട്ടതുപോലെ നിന്നു കർഷക സമരം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കേജ്രിവാൾ അറസ്റ്റിലാകുന്നത്. കർഷക സമരവും കേജ്രിവാളും തമ്മിൽ എന്താ ബന്ധമുണ്ട്? കാരണം കർഷക സമരത്തിന് ഫണ്ട് ചെയ്യുന്നതും കേജ്രിവാളിന് ഫണ്ട് ചെയ്യുന്നതും ഒരേ അന്താരാഷ്ട്ര ഏജൻസികളാണ്. അവരെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇവരെ പിടിച്ച് അകത്തിട്ടേക്കുമെന്ന് പേടിച്ചിട്ടാണ് കേജ്രിവാൾ അകത്തുപോയ അതേ ദിവസം കർഷക സമരം പിൻവലിച്ചത്. അപ്പോൾ ഇന്ത്യ വിരുദ്ധ ഫണ്ടിങ്ങിന്റെ മാനസപുത്രനാണ് ഈ കേജ്രിവാൾ. കേസുകൾ നടത്തി തെളിഞ്ഞ് സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ നമ്മുടെ ജോർജ് സോറോസിനെ പോലെ, നെറ്റ് ആൻഡേഴ്സനെ പോലെ, ഹിൻഡൻബർഗ് പോലെ നിരവധിയായിട്ടുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക ഭീകര കുറ്റവാളികളുടെ മാനസപുത്രനായിരുന്നു, അവരുടെ ഫണ്ടിങ് കൊണ്ട് പ്രവർത്തിച്ച ഒരു കള്ളനായിരുന്നു ഈ മുഖ്യമന്ത്രി എന്ന് ജനം തിരിച്ചറിയും. അതുകൊണ്ട് ആ കള്ളനെ കയ്യോടെ പൊക്കുന്ന, അതിന് കനത്ത ശിക്ഷ കൊടുക്കുന്ന ഒരു നടപടിയായിരിക്കും ഡൽഹിയിലെ റിസൾട്ട് എന്ന് നമുക്ക് കരുതാം.
എന്തായാലും കഷ്ടി 2 ആഴ്ച മാത്രമേ ഉള്ളൂ. ഫെബ്രുവരി 5-ന് ഡൽഹി ഇലക്ഷൻ നടക്കുകയാണ്. 8-ാം തീയതി തിരഞ്ഞെടുപ്പ് ഫലവും ഉച്ചയോടുകൂടി ആര് ഡൽഹി ഭരിക്കുമെന്നുള്ളത് ഫലം അറിയാമെന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ്. മറ്റൊരു വിവരം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 14-ാം തീയതി മുതൽ മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അവിടേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് എന്നുള്ളത് മാന്യപ്രേക്ഷകരിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ട്രെയിനിന്റെ നമ്പർ വരുന്നത് 0602 എന്നാണ്. 0602. ഈ ഗയ കുംഭ സ്പെഷ്യൽ ട്രെയിൻ എന്നാണ് അതിന്റെ പേര്. ആ ട്രെയിൻ കൃത്യമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചുവേളിയിൽ നിന്നും നേരിട്ട് പ്രയാഗ്രാജ് വരെ പോകാൻ പറ്റുന്ന രീതിയിലാണ് ആ ട്രെയിൻ ഉള്ളത്. കുറഞ്ഞ ചിലവാണ് വരുന്നത്. ഞാൻ നാളെ രാത്രിയോടുകൂടി ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ട്. അതിന്റെ ചെലവ് ഞാനിവിടെ പറയുന്നത് 3 ടയർ AC-യിൽ തന്നെ 2600 രൂപ മാത്രമേ ടിക്കറ്റിന് വരുന്നുള്ളൂ. ഞാൻ 1 വേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. കാരണം റിട്ടേൺ എത്ര ദിവസം കഴിഞ്ഞിട്ട് എന്നുള്ളത് അവിടെ ചെന്നതിന് ശേഷം തീരുമാനിക്കുക എന്ന് കരുതിയോണ്ടാണ്. അതുകൊണ്ട് ഈ ട്രെയിനിന്റെ വിവരം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ഗയ കുംഭ് സ്പെഷ്യൽ എന്നാണ് ഈ ട്രെയിനിന്റെ പേര്. തിരുവനന്തപുരത്ത് കൊച്ചുവേളി സ്റ്റോപ്പിൽ നിന്നാണ് പോവുക. ട്രെയിൻ നമ്പർ വരുന്നത് ഒരിക്കൽ കൂടി പറയാം, 0602 എന്നുള്ളതാണ്. ആർക്കും അതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. റെയിൽവേയുടെ ആ ഒരു ഇതിൽ സൈറ്റിൽ കയറിയിട്ട് ടിക്കറ്റും ബുക്ക് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ ടിക്കറ്റുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ അടുത്ത ദിവസങ്ങളിലൊക്കെ ആളുകൾ പറയുന്നത്. എല്ലാവരും അത് മാക്സിമം ഉപകാരപ്പെടുത്തുക. കാരണം മലയാളികൾക്ക് തന്നെ അവിടെ ഒരുപാട് ഹെൽപ്പ് ഡെസ്കുകൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഞങ്ങൾ 3 ഫ്രണ്ട്സ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആർക്കും പോകാൻ പറ്റുന്ന രീതിയിലേക്ക് മഹാകുംഭമേളയ്ക്ക് ഇത്രയും സൗകര്യങ്ങൾ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരുക്കി തന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായുള്ള വിവരം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ, ഡൽഹി ഇലക്ഷൻ വിഷയത്തിൽ കൃത്യമായിട്ട് ജയസൂര്യൻ സാർ അത് വിവരങ്ങൾ പങ്കുവെച്ചു എന്നുള്ള ആ ഒരു സന്തോഷത്തോടെ തന്നെ തൽക്കാലം ഇനി നമ്മൾ കുംഭമേള കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ഇതുപോലെ ചർച്ച ഉണ്ടായിരിക്കുക എന്ന് അറിയിക്കുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് നെറ്റിന്റെ ആ ഒരു സൗകര്യത്തിനനുസരിച്ച് സാർ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. എന്തായാലും 10 ദിവസം ആണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുവരെ തൽക്കാലം നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.